നമസ്കാരം ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ ഓൾ ടൈം ഹൈയുടെ പരിസരത്ത് പോയി തിരിച്ചു വന്നു. ഇന്ന് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഫോളായി. ഇന്ന് ഫോൾ ആവാനുള്ള റീസണും മാർക്കറ്റ് റാലി ചെയ്യാനുള്ള റീസണും പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് ഗ്യാപ്പ് അപ്പ് എങ്ങനെ കിട്ടി? ഈ US ആയിട്ടുള്ള താരിഫ് അത് രമ്യതയിൽ വരും എന്നുള്ള ഒരു വാർത്ത, 16% ഇടിയും താരിഫ് ക്രാഷ് ആവും എന്നുള്ള വാർത്ത കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി, ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവായിട്ട് പോലും നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ വന്നത്. എന്നാൽ ഗ്യാപ്പ് അപ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു താരിഫ് കുറയ്ക്കാനായിട്ട് ട്രംപ് പറയപ്പെടുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇന്ന് റിലയൻസിൻ്റെ ഹൈയിൽ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3% അടുത്ത് ഹൈയിൽ നിന്ന് കേട്ടോ. ഇന്നലത്തെ ക്ലോസിംഗ് നിന്നല്ല, ഇന്നത്തെ ഹൈയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റി ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓൾ ടുഗദർ താരിഫിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് ഗ്യാപ്പ് അപ്പും കിട്ടിയ ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. എങ്കിൽ കൂടി മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് നടത്തി. IT സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇൻഫോസിസും HCL ടെക്കമ്മും ഉൾപ്പെടെയുള്ള കമ്പനീസ്. വോഡാഫോണിൻ്റെ AGR ഡ്യൂ 26-ാം തീയതി വരികയാണ്. അതുകൊണ്ട് തന്നെ വോഡാഫോണിൽ നിന്ന് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടു. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഭാരത് ഫോർജിന് ഇന്ത്യൻ RBIയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ലഭിക്കുമെന്നുള്ള ന്യൂസ്. അതുകൊണ്ട് തന്നെ ഭാരത് ഫോർജ് പോസിറ്റീവായിരുന്നു. IXൻ്റെ മാർക്കറ്റ് കപ്ലിംഗ് കേസ് ഹിയറിംഗ് 30-ാം തീയതി തുടങ്ങും. അതുകൊണ്ട് തന്നെ IXന് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടു. ഇനി ഈ ഒരു താരിഫിൻ്റെ എഫക്റ്റ് വരുമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിൽ ബൈയിങ് പ്രഷർ കണ്ടു. അതുപോലെ തന്നെ ഈ ഷ്രിമ്പ് എക്സ്പോർട്ട് ചെയ്യുന്ന ആവാന്തി ഫീഡ്, ഫ്രോസൺ ഫുഡൊക്കെ എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിലും പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. ഈ ഗ്ലോബൽ മാർക്കറ്റിലൊരു സ്റ്റെബിലിറ്റി വന്നപ്പോൾ ഗോൾഡ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതുകൊണ്ട് തന്നെ മുത്തൂറ്റ് വന്ന് 3% ഒരു ഇടിവ് കണ്ടു. അപ്പോൾ എല്ലാത്തിൻ്റെയും റീസൺ മാർക്കറ്റിലുണ്ട്. റിലയൻസ് ഫോളോ ചെയ്തതിൻ്റെ കാരണം ഈ ഒരു ഓയിലിൻ്റെ ബൈയിങ് റഷ്യയിൽ നിന്ന് അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഫിയർ കൊണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും ഈ സീ ഫുഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനീസും റാലി രേഖപ്പെടുത്താൻ കാരണം നമ്മളുടെ താരിഫ് കുറയുമെന്നുള്ള കാരണം കൊണ്ട്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ വരാനുള്ള കാരണവും ഈ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. എങ്കിലും മാർക്കറ്റ് ഇന്ന് ഹൈയിൽ നിന്ന് ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു 26,097, അതായത് 26,300 നമ്മളുടെ ഓൾ ടൈം ഹൈ. 200 പോയിൻ്റ് അകലെ വരെ ഓൾ ടൈം ഹൈയുടെ നിഫ്റ്റി എത്തി. എന്നാൽ മൾട്ടിപ്പിൾ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. മുഹൂർത്ത ട്രേഡിങ്ങിലും സമാനമായ രീതിയിൽ ഗ്യാപ്പ് അപ്പ് കണ്ടു, ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇടിഞ്ഞു. അതുപോലെ തന്നെ ഇന്നും ഒരു സമാനമായിട്ടുള്ളൊരു പാറ്റേൺ 25,870, അതായത് 26,000 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തൊരു അവസ്ഥയാണ് ഇന്ന് കണ്ടത്. ഇൻഫീം, HCL ടെക്കും, TCSും, ശ്രീരാം ഫിനാൻസും, വിപ്രോ ഒട്ടുമിക്ക കമ്പനീസും നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സ് IT ആണ്. എറ്റേണലും ഇൻഡിഗോയും ഭാരത് എയർടെലും JSW സ്റ്റീലും ഐഷർ മോട്ടോഴ്സുമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ്, ജർമ്മൻ മാർക്കറ്റ് 100 പോയിൻ്റ് ഇടിവിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് രാവിലെ സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. 11.74 ആണ്. ഇന്ന് 4% ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തു. എന്നാൽ ഒരു 7% വരെ ഫസ്റ്റ് സെക്ഷനിൽ ഇന്ത്യ വിക്സിൽ സ്പൈക്ക് ഉണ്ടായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് 640 പോയിൻ്റ് ഇടിഞ്ഞ് കാണാം. നിക്കി, കോസ്പി കുറയും ഏകദേശം ഒരു 1% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റായിരുന്നു. ഗോൾഡ് $21 ഉയർന്ന് സ്പോട്ട് നിൽക്കുന്നത് 4,119 ബ്രന്റ് ഓയിൽ 65. ബിറ്റ്കോയിൻ ഏകദേശം ഒരു 1,700 പോയിൻ്റ് ഒരു റാലി. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, 105 പോയിൻ്റ് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പ് സിഗ്നൽ കണ്ടിരുന്നു. പക്ഷേ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയിലെ ഗ്യാപ്പ് അപ്പ് റീഡ് ചെയ്യുന്നതിൽ ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് ഒരു 350 പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ നോക്കുന്നത്, സ്വാഭാവികമായിട്ട് ആളുകൾ നോക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസ് ആയിട്ടാണ് നിഫ്റ്റിനെ താരതമ്യം ചെയ്യുന്നത്. അതായത് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട് പ്രൈസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിലല്ല ഗ്യാപ്പ് അപ്പ് താരതമ്യം ചെയ്യേണ്ടത്, മറിച്ച് കറൻറ്റ് മന്ത് ഫ്യൂച്ചർ, അതായത് ഒക്ടോബർ മന്തിലെ ഫ്യൂച്ചർ എവിടെ ക്ലോസ് ചെയ്തു നമ്മുടെ മാർക്കറ്റ് 3:30. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ
ഫ്യൂച്ചറും കറൻറ്റ് മന്ത് ഫ്യൂച്ചറും ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നിഫ്റ്റിയിൽ വ്യത്യാസം വരുന്നത്. അതല്ലാതെ നിങ്ങൾ നിഫ്റ്റിയും ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. കാരണം നിഫ്റ്റിയും കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറും തമ്മിൽ ഒരു +60 പോയിന്റിൽ കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. രാവിലെ ഒരുപാട് കമൻറ്റ് കണ്ടു, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മുടെ കൊച്ചി ഓഫീസിൽ ഇരുന്ന് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളും പഠിക്കാം. അതല്ല എങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ടും പഠിക്കാം. 2 മോഡിലും ജോയിൻ ചെയ്യുകയാണെങ്കിലും മാർക്കറ്റ് സമയത്ത് സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ടർ ലഭ്യമാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. കൽപാത്രു പവർ കമ്പനി, അവർക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചിരുന്നു, 2332 കോടി രൂപയുടെ ഓർഡർ. കിർലോസ്കർ ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർക്കും 358 കോടി രൂപയുടെ ഓർഡർ ONGCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ITC ഹോട്ടൽ ബോധ്ഗയയിൽ അവരുടെ 98ാമത്തെ ഹോട്ടൽ അവർ ഓപ്പൺ ചെയ്തു. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഫോൾ ആയിട്ടുണ്ട്. സിപ്ല ഇവർ ഇല്ലി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഗ്ലെൻമാർക്ക് ഫാർമ US അവരുടെ പുതിയ മെഡിസിൻ ലോഞ്ച് ചെയ്യുകയാണ്. കൊൽപ്പാൽ കമ്പനി കോൾഗേറ്റ് പാമോലീവാണ്. 395 നിന്ന് 328 പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. ലോറസ് ലാബ് 19 കോടി രൂപയിൽ നിന്ന് 195 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കൂടാതെ തന്നെ ഇവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. BLS ഇൻ്റർനാഷണൽ കമ്പനി, ഇവർ വിസ ഔട്ട്സോഴ്സിങ് ഡീല് കസാക്കിസ്ഥാനിൽ നിന്ന് ലഭിച്ചു. ഈ വിസ സർവീസ് ചെയ്യുന്ന കമ്പനിയാണ് BLS ഇൻ്റർനാഷണൽ കമ്പനി. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി, ഇവർ ഫിൻകോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 300 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. ഗരുഡ കൺസ്ട്രക്ഷൻ കമ്പനി 231 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സ്റ്റോഫ് ക്രാഫ്റ്റ് കമ്പനി 15% ആനുവൽ ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. JSW സ്റ്റീൽ ഒഡീഷയിൽ പുതിയ പ്ലാന്റ് അവർ ആരംഭിക്കുന്നു. ക്യാപ്റ്റൻ പോയിൻ്റ് കമ്പനി, ഇവർ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. HUL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്നു. റവന്യൂ ഫ്ലാറ്റായിരുന്നു. ഡിവിഡൻ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 19 രൂപ. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അതായത് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, എന്തുകൊണ്ട് ഇന്ന് റിലയൻസ് ഫോളായി, എന്തുകൊണ്ട് ഇന്ന് ഇൻഡിഗോ പോലെയുള്ള കമ്പനീസ്, അതിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇന്ന് ഫോളായി, എല്ലാത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് തന്നെ ന്യൂസുകളിൽ ലഭ്യമാണ്. അത് റീഡ് ചെയ്ത് ഏതൊക്കെ സെക്ടറിനാണ് ഇത് കൂടുതൽ എഫക്റ്റ് ആകുക എന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ ആ ഒരു സെക്ടറിനെ സമീപിക്കുക. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനാണ്. അപ്പം പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കാം. എനിവേ ന്യൂസ് എന്ന് പറയുന്നത് ഒരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ ട്രേഡ് ചെയ്യുക. നമ്മുടെ ചാനൽ കൂടെയുണ്ട്. എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതറിയാതെ ഒരാൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.